സമയം കിട്ടാതെ വേണം ജനം മതത്തിലേക്കുണ്ട്. പല ശാസ്ത്രക്കാർ അത് കേട്ടിട്ട് ശ്രീകേന്ദ്രകൾ എല്ലാവരും വരുന്നു. സ്വന്തക്കാരാദ്യം പറഞ്ഞു ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു, ഭ്രാന്തി പിടിച്ചു എന്ന് പറഞ്ഞു. അവനെ പിടിപ്പാൻ പുറപ്പെട്ടു. അപ്പം ഇവർ ഭ്രാന്ത് അല്ല, ഇത്രയും ജനത്തെയും കൂട്ടിക്കൊണ്ട് ഇവരെങ്ങനെ വരുന്നത്? നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ പറയും ഇവർ ഭ്രാന്താണ്. കൂടുതൽ സമയം പ്രാർത്ഥിക്കുകയോ കൂടുതൽ സമയം വേദപുസ്തകം വായിക്കുകയോ പാട്ട് പാടുകയോ ചെയ്തപ്പോഴേ എന്താ അയക്കേണ്ട അസുഖമാണ്, തമ്പരാൻ ഇതാക്കിയിട്ടേ കേട്ടോ, അത് മറന്നുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്താന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിപ്പാൻ പുറപ്പെട്ടു. യെരൂശലേമിൽ വന്നവർ അപ്പോൾ സ്വപ്രയന്മാർ ഇവരിൽ ബേൽസബൂലുണ്ടാകും. പിന്നെ അടുത്ത കാഴ്ച കൊടുത്തു. ഇടേ ഭ്രാന്തെന്നല്ല, ഭൂതം ബാധിച്ചിരിക്കുകയാണ്. ബേൽസബൂൽ എന്ന് പറഞ്ഞാൽ ഷാജിക്കളുടെ ഏറ്റവും ശ്രേഷ്ഠമാണ്, അവരുടെ ലീഡറാണ്, കമാൻഡർ ഇൻ ചീഫാണ്. ആ ബേൽസബൂൽ എല്ലാത്തിനും ഓരോന്നിനെ പറഞ്ഞ് നമ്മളിവിടെ കുട്ടിപ്പിശാചികളാക്കി. അപ്പോൾ ഇവൻ്റെ കൊച്ചു പിശാച് തന്നെ പിടിച്ചിരിക്കുന്നത് ബേൽസബൂലാണ് എന്ന് പറഞ്ഞിട്ട് അവനെ അത് ഇതൊക്കെ പറഞ്ഞു. ഇവൻ പിശാചിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുക. ഇവൻ രോഗസൗഖ്യമൊക്കെ പറയുന്നതും പാപമോചനം തരുന്നതൊക്കെ പറഞ്ഞിട്ട് പിശാച് അവൻ്റെ ഇരിക്കുന്നത്. യേശുദമ്പുരാൻ അവരെ വിളിച്ച് ഉപമകളാരോട് സാത്താനെ തന്നെ പുറത്താക്കുവാൻ എങ്ങനെ കഴിയും? പിശാചിനെ പുറത്താക്കാൻ കഴിയത്തില്ല. പിശാചിന് രോഗസൗഖ്യം തരാൻ കഴിയത്തില്ല. പിശാചിന് മാനസാന്തരം തരാൻ കഴിയത്തില്ല. എങ്ങനെയാണ്? എന്നാൽ ഒരു രാജ്യം അതിനെ വിരോധമായി ചിത്രിക്കുന്ന രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയും. ഒരു ഭവനത്തിൽ നമ്മളെ വീണ്ടും വീണ്ടും നമുക്ക് വിരോധമായി അത് ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഭവനത്തിന് നിലനിൽപ്പാൻ കഴിയുകയും. ഒരാൾ ദൈവത്തെ വിളിക്കുമ്പോൾ മറ്റുള്ളവർ പറയുകയാണ് ഇവർ പിശാചുബാധയാണ്, ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവൻ്റെ പരിശുദ്ധൻ മന്ത്രിക്കുകയാണ്, ഇവനിൽ തന്നെ പാപമില്ല, ഇങ്ങനെ നമ്മുടെ സ്വന്തക്കാർ തന്നെ പറയും. ഇത് സംഭവിക്കുമ്പോൾ എന്താണെന്നറിയോ? ആ ഭവനത്തിന് ദോഷമുണ്ടാകും. സാത്താനിന്റെ വിരോധമായി ചിത്രിക്കുന്നതിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയില്ല. ആ പിശാചിന്റെ രാജ്യമുണ്ടല്ലോ, സാത്താനിന്റെ ലോകം, അത് നിലനിൽക്കാൻ കഴിയില്ല. സാത്താൻ അവനെ വിരോധമായി എഴുന്നേറ്റ് ഭിന്നിച്ചാൽ അവന് നിലനിൽപ്പാൻ സാധ്യമല്ല. പിന്നെയോ അത് അവൻ്റെ അവസാനമാകുന്നു. അതുകൊണ്ട് അവർ വീട്ടിലോ ഒരിടവയിലോ ഒരു സമൂഹത്തിലോ ആരെങ്കിലും ദൈവത്തെ വിളിക്കുകയാണെങ്കിൽ അതിന് വിരോധമായിട്ട് ആരും ഒന്നും മിണ്ടരുത്. അത് ചെയ്താൽ നിന്റെ അവസാനമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അറിയാത്ത കാര്യങ്ങളെ വിധിപ്പാൻ എന്നെ അനുവദിക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. വേദപുസ്തകം പറയുന്നത് എൻ്റെ സഹോദരനെ വിധിപ്പാൻ നീ ആരാണ്? ഞാനിങ്ങനെ ഒരു മനുഷ്യൻ പാപിയാന്ന് പറയുന്നത്? ഞാൻ അറിയാത്ത എത്രയോ സൽഗുണങ്ങൾ ആ മനുഷ്യനിൽ കാണുമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക. കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും അതിൻ്റെ ആനന്ദവും എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളും എങ്ങനെയാണെന്ന് ആ മനുഷ്യനെ അറിയൂ. അതുകൊണ്ട് ചാടിക്കയറി ആരെയും വിധിക്കാതിരിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നത്? ഈ ഭർത്താവിലൂടെ വന്നേ പിന്നെ എനിക്കൊരു ഗുണവുമില്ല എന്ന് പറയും. ഇപ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ ഭർത്താവിന് സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ത്രീയാണോ ഞാൻ? എൻ്റെ ഭർത്താവിന് സന്തോഷം പകരുന്ന സ്ത്രീയാണോ? എൻ്റെ ഭർത്താവിനോട് സ്നേഹത്തോടെ ഞാൻ സംസാരിക്കുന്നുണ്ടോ? എൻ്റെ ഭർത്താവിന് എന്നെ കൊണ്ട് ആശ്വാസമാണോ ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ ഭർത്താവും ചിന്തിക്കണം. ഇവരെ വിശുദ്ധ മദ്ബാഹയുടെ മുൻപാകെ കരം പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി രണ്ടല്ല ഒരു ശരീരമാണ്. അപ്പോൾ ഒരു ശരീരമായിരിക്കുമ്പോൾ രണ്ടായി പ്രവർത്തിക്കാൻ കഴിയുകയില്ലല്ലോ. ഞാൻ എങ്ങനെയാണ് എൻ്റെ വൈഫ് എങ്ങനെയാണ് അവളുടെ ഭർത്താവിനോട് ചിന്തിക്കും. മാതാപിതാക്കന്മാർ ഓർക്കണേ, എങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട്? ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം തന്നവരാണ്. ഇത് ചുമ്മാ ഉണ്ടാകുന്ന ദൈവം തന്നിട്ടാണ്. സന്ധ്യ നമസ്കാരത്തോട് പ്രാർത്ഥനയുണ്ട് പ്രിയപ്പെട്ടവരെ. ചുറ്റുമ്പോൾ ഭയന്നു പോകാറും. നിന്റെ കൈയാൽ മെനഞ്ഞ എൻ്റെ ശരീരത്തിന് നീ കാവൽക്കാരനായിരിക്കണമേ. നിൻ കൈ മെനഞ്ഞോൽ എന്നുടലിൽ നിന്റെ വലം കൈയാകണമേ. നമ്മുടെ സാധാരണ പാടുന്ന പാട്ടുണ്ടല്ലോ. എന്തുവാ പാടുന്നത്?
ശരീരമടങ്ങി ഉറങ്ങുമ്പോൾ കാവലതാൽ ശക്തി. ഈ സൗരഭമായ രൂപം പോലിരിക്കണം. ഈ ശരീരത്തെ ദൈവം മുടഞ്ഞ സാൻസ ഓർക്കുന്നുണ്ടോ? പറഞ്ഞേ, നിന്റെ കൈകളാൽ മെടഞ്ഞതായ എൻ്റെ ശരീരം എന്നാണ് ആ പാട്ട്. നമ്മളതും പാടുന്നതാ. ഒന്ന് ഓർത്തേ. നിങ്കൈ മെടഞ്ഞോർ എന്നുടലിൽ നിന്റെ കൃപയുണ്ടാകണമേ, നിന്റെ ചുറ്റും കോട്ടയുമായി കാവലതായും തീരണമേ, അംഗമടങ്ങും നിദ്രയതിൽ നിൻബലം എന്നെ കാക്കണമേ. അത് നമ്മൾ സാധാരണ പാടും. ശരീരമടങ്ങി ഉറങ്ങുമ്പോൾ കാവലതായും ശക്തി. എന്റെ ആത്മാവ് ശരീരവും മനസ്സോടെ കുറഞ്ഞയാണ്. എന്റെ കാക്കുന്ന നിന്റെ ശക്തിയാണ്. ഈ ബോധത്തോടെയാണ് നാം ശയന നമസ്കാരം ചെല്ലുന്നത്. നിന്റെ കൈ മടഞ്ഞതാ എന്റെ ശരീരത്തിന് നീ കാവലായിരിക്കണമേ. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായത്? അപ്പന്റെ അമ്മയുടെ ഇഷ്ടപ്രകാരമാണോ? അല്ല, ദൈവമാണ് നമ്മുടെ ഉടലിനെ മടഞ്ഞത്. ഈ ഓമന കുഞ്ഞുങ്ങളെ തന്ന നിങ്ങളാരും താല്പര്യപ്പെട്ടുകൊണ്ടല്ല കുഞ്ഞുണ്ടായത്, ദൈവം തന്നത്. അതുകൊണ്ട് ഞാൻ ശരീരം മടങ്ങി ഉറങ്ങുമ്പോൾ മരിച്ചവനെ പോലെ കിടക്കുകയല്ലേ, നിന്റെ ശക്തി നീ കാവലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നാൽ സാത്താനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് സാധനങ്ങളല്ല. അവന് ഒരു വിടവാനെ പിടിച്ച് കെട്ടിയാതെ അവൻ്റെ വീട്ടു സാധനം എടുക്കാൻ കഴിയില്ല. ഓട്ടെ, അങ്ങനെ മനുഷ്യരുടെ സകല പാപങ്ങളും അവരാൽ പറയപ്പെടുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായ ദൂഷണം പറയുന്നതിന് ഒരു നാളും മോചനം. ഓരോന്നൊക്കെ പറയുന്നതൊക്കെ ദൈവം ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവർ ഒരു നാളും വിമോചനം. ഈ കാണുന്ന തിരുവചനമൊക്കെയും ദൈവം തന്നിരിക്കുന്നത്. ഇത് ദൈവത്തിന് നിശ്വാസ്യമാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ഇതിന് വിരോധമായി നിങ്ങളോ ഞാനോ നിങ്ങളുടെ നാവുകൊണ്ട് സംസാരിച്ചാൽ അതിനൊരിക്കലും മോചനം ഉണ്ടാകില്ല. ഞാൻ സത്യമാനോട് പറയുന്ന കർത്താവ്, ഞാൻ സത്യമാനോട് പറയുന്നത് എന്തെന്നാൽ മനുഷ്യരുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കും. നിന്റെ അഹങ്കാരം ക്ഷമിക്കും, നിന്റെ തോന്നിയവാസം ക്ഷമിക്കും, നിന്റെ പല കാര്യങ്ങളും ക്ഷമിക്കും. എന്നാൽ സർവശക്തനായ ദൈവം അരുളി ചെയ്തത് അത് തെറ്റാണെന്നും അത് അബദ്ധമാണെന്നും പറഞ്ഞാൽ ഒരു കാലവും ദൈവം ക്ഷമിക്കുക. ഒരിക്കലും അത് പറയാൻ നമുക്ക് ഇടവരരുത്. അറിയാൻ വയ്യെങ്കിൽ മിണ്ടായിരുന്നേക്കാം. ദൈവവിശ്വാസ്യമാണ് ഈ തിരുവചനം. ആദിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത്, വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവവചനത്തിനെതിരായിട്ട് ഒരു വാക്ക് മിണ്ടരുത്. നമ്മൾ മിണ്ടിയാൽ ക്ഷമിക്കപ്പെടുകയും. ഹൃദയങ്ങളെ ഉൾപ്പുകളെയും പരിശോധിക്കുന്നതാണ് ദൈവം. പുറമേ ഉള്ളതല്ല ദൈവം പരിശോധിക്കും. നമ്മളൊക്കെ എല്ലാം കാണുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ ഒരിക്കലും എങ്ങനെ അഭിനയിച്ചാലും നിങ്ങൾക്ക് അത് എൻ്റെ ഉള്ളിൽ കാണാനൊക്കെ. എന്നാൽ സർവശക്തനായ ദൈവം പറയും. അതുകൊണ്ടാണ് ദാവീദ് പശ്ചാത്തപിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തെറ്റായ കാര്യങ്ങൾ കരുതിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല. അത് നമ്മൾ ആരായാലും. അതുകൊണ്ട് ദൈവത്തിന് തന്നെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അനുദപിക്കണം. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ പ്രാർത്ഥനകളിലേക്ക് വരുമ്പോൾ 51-ാം മസ്മൂറ പറയുന്നത് എന്താ പറയുന്നത്? ദൈവമേ, ഞാൻ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ഇന്നലെ നിങ്ങളുടെ മുറിയിൽ വെച്ച് നിങ്ങൾ ആരും അറിയാതെ ഒരാളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആള് സ്ഥലത്തില്ല എങ്കിലും അവരോട് പകയോടുകൂടെ നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുറിയിൽ ഇരുന്നെങ്കിൽ ദൈവം അത് അറിഞ്ഞു. ഭർത്താവ് വീട്ടിലില്ല, അങ്ങനെ പറഞ്ഞ് എന്തൊരു വാക്ക് ഒരു കാര്യം ഓർത്തുകൊണ്ട് ആ പ്ലേറ്റ് ഇട്ട് പുതുക്കോ നാം മേശയിലോട്ട് ഇട്ടാൽ ദൈവം അതറിഞ്ഞു. അതെടുത്തിട്ട് അയാൾ അവിടെ ഇല്ലാത്ത ഭാഗ്യ എല്ലാവരുടെ തലയിൽ ചിലപ്പോൾ കൊണ്ട്